ഹലോ ഗെയ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു തട്ടിക്കൂട്ട് രസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് കാണാം. ഫസ്റ്റ് വൺ, ഞാൻ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് ഞാൻ രസം വയ്ക്കുന്നത്. അടുത്തത് ഞാൻ സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അടുത്തത് വെളുത്തുള്ളി കൂടെ ഞാൻ തല്ലി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് എൻ്റെ സ്റ്റൈലിലാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ സവാള അരിഞ്ഞു. അപ്പോൾ സവാളയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ചട്ടിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇതെടുത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അടുത്ത് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും അതിൽ നമുക്ക് ആവശ്യത്തിന് പുളിയും കൂടി ഇട്ട് കുറച്ച് നേരം കോരാൻ വെക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി അടുത്ത് നേരത്തെ ഞാൻ വെച്ചിരുന്ന പുളി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതും കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പം ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വൺ, ഞാൻ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അടുത്ത് 1 സ്പൂണ് മുളക് പൊടി, അടുത്തതായിട്ട് 1 സ്പൂണ് മല്ലിപ്പൊടി. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ. ഓക്കെ, പിന്നെ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നത്. സാമ്പാർ പൊടി ഇടുമ്പോൾ കുറച്ച് നല്ല മണവും കാര്യങ്ങളൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സാമ്പാർ പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ലാസ്റ്റ് വണ്ണായിട്ട് ഞാൻ ഇതിൽ കുറച്ച് മല്ലിയില കൂടെ ഇടുന്നുണ്ട്. മല്ലിയില ഒരു പ്രത്യേക മണമാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇവിടെ തിളയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പം രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടു വറുക്കാം. ഓക്കെ, അപ്പം ഞാൻ ഒരു പാത്രത്തിൽ എണ്ണ ചൂടാൻ വെച്ചു. കടു പൊട്ടി. ഇനി നമുക്ക് കുറച്ച് കരിവേപ്പില കൂടെ ഇട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് വെക്കാൻ പറ്റുന്നൊരു രസമാണ്. എല്ലാ സാധനങ്ങളൊന്നും ഇല്ല എങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.